കുറേ സന്തോഷം. അത് ശരത്ത് എന്ന് പറഞ്ഞ ഒരു ഗായകൻ, ആ ഗായകൻ വളർന്നു വന്നില്ല, ഇല്ലെങ്കിൽ ആ സമയത്ത് പ്ലേബാക്ക് സിംഗറായിട്ട് വളർന്നു വന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരീരത്തിനെ കുറിച്ചാണോ? അല്ലല്ല അല്ല, അത് 5 അടി 3 ഇഞ്ച് കഷ്ടി. ശരിക്കും കൈതപ്പുറത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ മിമിക്രി കാണിക്കാം അതിൻ്റെ. ദേവസഭാതലം രാഗിലമാകുവൻ നാദമയൂഖമേ എന്ന് പാടുന്നതുണ്ട്. മറ്റേ യേശുദാസ് സാറ് ദേവസഭാതലം രാഗിലം, ഇത് ഞങ്ങൾ കണ്ട ഒരു കോമ്പറ്റീഷൻ, അതായത് സ്ക്രീനിൽ കണ്ട ഒരു വല്ലാത്തൊരു കോമ്പറ്റീഷനാണ്. ആ കോമ്പറ്റീഷനിൽ ഒരു സൈഡിൽ പാടിയത് ശരസാറാണെന്നുള്ളത് പിൽക്കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ മനുഷ്യൻ തുടർന്ന് പാടാത്തത് എന്താണ്. ഇപ്പോൾ സ്റ്റേജിലൊക്കെ വിളിക്കാത്തതുകൊണ്ട് ഇത്രയും വലിയൊരു പാട്ടിൽ പാടിയിട്ട് അത് സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. ഇപ്പോഴും ആ പാട്ട് കോമ്പറ്റീഷൻ പാട്ട് അല്ല. രജനീഷ്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ മെയിൻ കഥാപാത്രങ്ങളല്ലേ പറയുന്നത്, ഈ സൈഡ് ചെയ്യുന്ന ഒരു പോലീസുകാരനായിട്ട് ചെയ്ത പിന്നെ അടുത്ത പടത്തിലും അങ്ങനെ പോലീസുകാരനായിട്ട് തന്നെ ആയിരിക്കും. പോലീസ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ചില അവസ്ഥയുണ്ട്. അതുപോലെ ഇത് ഈ രാജാവിന് വേണ്ടി പാടിയതുകൊണ്ട് എല്ലാ പടത്തിലും രാജാവും ഇല്ല. എനിക്കെങ്ങനെ ചാൻസ് കിട്ടാൻ? ഞാൻ വേണുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പാടിയ കുറച്ച് പാട്ടുകൾ വേണുചേട്ടനാണ് സിനിമയിൽ പാടിയേക്കുന്നത്. ഇപ്പോൾ ഹിസൈനസ് അബ്ദുള്ള, അതുപോലെ കവർ സ്റ്റോറി, അതിലൊരു പയ്യാരം കൊഞ്ചിപ്പാടല്ലേ വാപ്പത്തി പെണ്ണേ പൊന്നാരെ, അതും വേണുചേട്ടനാണ് പാടിയേക്കുന്നത്. അപ്പോൾ പക്ഷേ വേണുചേട്ടൻ കുറേ പാഠം ചെയ്ത് ഞാൻ കുറേ പാടിയേനെ വേണുചേട്ടൻ. അതൊക്കെ വേണുചേട്ടനെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. അദ്ദേഹം എനിക്ക് മൃദംഗം വായിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഷോയ്ക്ക് വന്നപ്പോൾ. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. നല്ല മനുഷ്യൻ. ഈ ദേവസഭാതലം ഒന്ന് പാടണം. ദേവസഭാതലം മൊത്തം പാടുമ്പോഴത്തേക്ക് എൻ്റെ ആപ്പീസ് പൊട്ടും. ഞാൻ പാടിയ പോഷൻ പാടി ധനി സ പദനി മപദ ഗമ പരി ഗമ പദനി സരി ഗരി ധനി ധ പമ ഗമ പദനി സ. മേഘരാഗങ്ങളെ തൊട്ടുണരുന്നതാമണ്ടൂകമന്ത്രം ദൈവതോ അശ്വരവങ്ങൾ ആജ്ഞാചക്രത്തിലുണർത്തും സ്വരരൂപം ദൈവതം. ഇപ്പുറത്ത് പാടാൻ ആളില്ല. അതിനങ്ങനല്ല. അതിന് ശേഷമുള്ള സ്വരമുണ്ട്. സരിഗ മപദനിസ ധനിസ പദനിസ മപദനിസ ഗമപദനീനി. രജനീഷ് അത് കൊള്ളാം. സാർ ഈ കുട്ടികളോട് നിർത്തണമായിരുന്നു. അതെ അതെ, രജനി ഈ കുട്ടികളോടൊപ്പം സംസാരിച്ചാണ് സാറിന്റെ സ്വഭാവം ഇത്ര ലൈറ്റ് ആയതെന്നാണ്. അല്ല, ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനാണ്. ജന്മം കൊണ്ട് ഇങ്ങനാണ്. പക്ഷെ അത് എനിക്ക് സ്റ്റാർ സിംഗറിൽ വന്നപ്പോൾ പറ്റിയത്, ആദ്യം വന്നപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് പാടുമ്പോഴോ ഞാൻ മക്കളെ എന്തുവാടാ ഈ പാടുന്നത്, ഇങ്ങനെയാണോ പാടുന്നത്, ഇങ്ങനെ പാട്, ഇതുപോലെ തന്നെ അങ്ങ് അവിടെ പറഞ്ഞു പോയി അറിയാണ്ട്. അപ്പം ജനങ്ങൾ നോക്കുമ്പോൾ ഒരാൾ വന്നിരുന്നിട്ട് ബൗൾഗോം തിന്നിട്ട് പിള്ളേരെല്ലാം എടുത്തിട്ട് അങ്ങ് ഉടുക്കുന്നു. ആരുടെ അവൻ മൊത്തം എടുത്ത് പൂശോട് പൂശാൻ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും തുമ്മി അവർക്ക് ജലദോഷത്തിന് മരുന്ന് വാങ്ങിക്കാനേ ഉള്ള സമയം. കാര്യം എല്ലാവരും അവരെ വിളിക്കുന്നത്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴേ മക്കളെ ഇന്ന് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നല്ലേ, അച്ഛൻ കുറേ തുമ്മിയടാ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ ആലോചിച്ചു. അതുപോലെ ഈ ബബിൾഗം ചവയ്ക്കുന്നത് ഒരു വൃത്തികേടാന്ന് എൻ്റെ മോള്, അവൾ 2 വയസ്സുള്ളപ്പോൾ അച്ഛൻ ബാഡ് എന്ന്. ഞാൻ ഒരു ആദ്യം പാടെന്നായിരിക്കും പറയുന്നതെന്ന്. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു അച്ഛൻ ബാഡെന്നാണ് പറയുന്നതെന്ന്. അവൾ കാണിച്ചു തരും ചവയ്ക്കുന്നത്. അങ്ങനെ ബബിൾഗം നിർത്തി. അത് ചുമ്മാ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അത് നമ്മുടെ ഈ ക്രൂരമായ മുഖവും കമന്റ് നീ എന്തുവാടാ പാടിയത് എന്ന് ചോദിക്കുമ്പോഴത്തേ ജനങ്ങൾ വയലൻ്റാവും. പിന്നെ ഇപ്പം ഈ കുഞ്ഞുങ്ങളുടെ കൂടെ അത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. നമുക്ക് ജീവിതത്തിലൊക്കെ കുറേ ടെൻഷനുണ്ട് രജനീഷ്. അതൊന്നും നമ്മൾ ടെൻഷനൊക്കെ അവിടെ കിടക്കും. നമ്മൾ പോകേണ്ടത് അങ്ങ് പോകുമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ലൈറ്റായിട്ടെടുത്ത് ജീവിക്കുന്നത്. അതുപോലെ ലൈറ്റ് എനിക്കിഷ്ടമാണ്. രാത്രി ഉറങ്ങുമ്പോൾ വരെ ഫുൾ ലൈറ്റ് ഇട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അത് ഈ ടെൻഷനായിട്ട് കാര്യമില്ല. നമുക്ക് തലയിൽ എഴുതിയിട്ടുണ്ട്. അത് ഐശ്വര്യമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കുക. ആരെയും എന്താ പറയുക ബുദ്ധിമുട്ടിക്കാണ്ട്, ആരുടെയും പ്രാക്ക് കേൾക്കാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത്. എനിക്ക് ദൈവം സഹായിച്ചിട്ട് 4-5 ഫിലിമുണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല പാട്ടുകൾ എനിക്ക് ദൈവം സഹായിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷം, അതേ ഉള്ളൂ. എന്നാലും കോപ്പി
എവിടുന്ന് കേട്ടതുപോലെ ഉണ്ടാവല്ലേ കോമ്പസിഷൻ എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അതെ അതെ. ഈ മേധാ മെഹറും ആവിർഭവവും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് MG അണ്ണനെയും ഈ ശരത് സാറിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സ്ഥിരം ചോദിക്കാറുണ്ട്. ഭയങ്കര രസമായിട്ടാണ് അവർ പറയണത്. അവരുടെ നെഞ്ചിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളെല്ലാവരും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. പിന്നെ അയാൾ മക്കളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എൻ്റെ മക്കളെ തന്നെ അങ്ങനെയാണ് എനിക്കുള്ള ഫീൽ. ഈ പിള്ളേരെല്ലാം ഈ പാടുന്നവരെല്ലാം നമുക്ക് അത് അത്രയ്ക്ക് ക്ലോസ് ടു ഹാർട്ടാണ്. മിക്കവാറും ഉള്ളതിൻ്റെ ഒക്കെ കയ്യിൽ എൻ്റെ നമ്പരും ഉണ്ട്. വിളിച്ച് ശരത്തങ്കളെ എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു. ഹാർട്ടില്ലെങ്കിൽ അതിന് പരാതി. ഹാർട്ട് എവിടെ അങ്കിൾ? പിന്നെ കഴിഞ്ഞ ദിവസം ശ്വേതയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്വേത നീ കോരിനാൽ നമ്മുടെ സുജാ ചേച്ചിയുടെ ശ്വേത. ഞാൻ പെട്ടെന്ന് ഈ കൊച്ചുംകട കാര്യം പറഞ്ഞത് ശ്വേത എന്ന് പറഞ്ഞു. ഞാൻ അടിച്ചത് ഏത് ശ്വേത? അപ്പോ അതിനിടയ്ക്കൊരു സാധനം ഉണ്ട്. അതിപ്പോ സാർ പാടും. അതിപ്പം പാടത്തില്ല. അയ്യോ, അത് ഭയങ്കര രസമാണ്. അതിന്റെ കഥ പറഞ്ഞുതരാൻ. നീ കോർനാൾ എന്നുള്ള പടം ഇത് ജയേന്ദ്ര എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിൻ്റെ ഫിലിമാണ്. വളരെ നല്ല മനുഷ്യൻ, വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്, നല്ല മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭാഗം മിണ്ടത്തില്ല. നമ്മളുമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കത്തില്ല. ഇപ്പോൾ ഇതൊരു ട്യൂൺ വേണ്ട എന്ന് പറഞ്ഞിപ്പോൾ ഞാനൊരു എന്താ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രജനീഷ് ശരത്തേട്ട ഇത് വേണ്ട, നമുക്ക് കുറച്ചും കൂടെ നല്ല വേറെ ലെവലിൽ ഈ പാട്ട് പോലെ എന്തെങ്കിലും റെഫറൻസ് തരുമോ? ഇത് അദ്ദേഹം ഒന്നും മിണ്ടത്തില്ല. മണിരത്നം, ഡയറക്ടർ മണിരത്നത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അദ്ദേഹം സംസാരിക്കും, ഇത് ഒട്ടും സംസാരിക്കത്തില്ല. അപ്പോൾ ഒന്ന് പാട്ടിട്ട് കേൾപ്പിക്കും, ശരത് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അപ്പോൾ നമ്മൾ ഇനി വർക്ക് ചെയ്യുന്ന ഏതായിരിക്കും? നമ്മൾ റൂം ഇട്ടിട്ട് ആലോചിക്കുക. അങ്ങനെ ചെയ്ത് ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്ത് അവസാനം 180 പാട്ടോളായി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് 150ാമത്തെ പാട്ടാണ് സാർ. 180 വെച്ചേക്കളാം പടത്തിൽ കഴിക്കും. അങ്ങനെ എന്നെ കൊല വിളിച്ചിട്ട്. പക്ഷേ നല്ല മനുഷ്യനാണ് ജയേന്ദ്ര. അയ്യോ, സച്ച് എ സ്വീറ്റ് ഹാർട്ട്. പക്ഷേ ഇങ്ങനെ പറയത്തില്ല, ഒരു വകമിണ്ടത്തില്ല. അതാണ് ഒരു വലിയ കുഴപ്പം. അപ്പോൾ ഒന്ന് പറയണ്ടേ. ഇപ്പോൾ രാജീവേട്ടൻ, ഇപ്പോൾ ഏത് ഡയറക്ടറാണെങ്കിലും, ഇപ്പോൾ സിബിച്ചേട്ടനാണെങ്കിലും ശരത്തെ മറ്റേ അൻപേ നല്ലതാണ് എന്നൊക്കെ പറയും. കാര്യം ഞാനെല്ലാം ഡമ്മി വെച്ചാൽ പാടുന്നത്. അപ്പോൾ അത് അൻപേ ഉന്തന്നിതഴോരം, അതാണ് അണ്ണാച്ചി എൻ്റെ സിന്ദൂര രേഖയിലെങ്ങും. ഇതന്നെ അൻപേ കാതോരം കാതിൽ പാടും മംഗളം എഴുതിയതാണ്. നീലാകാശം തിലകക്കുറി. അപ്പോൾ എല്ലാം ഞാൻ ഈ ഡമ്മി എഴുതിയിട്ടാണ് പരിപാടികൾ. അപ്പോൾ ഈ സിബിച്ചേട്ടനാണെങ്കിൽ അൻപേ കൊള്ളാം. ഞാൻ പറഞ്ഞു, സിബിച്ചേട്ടാ അന്നും അൻപയായിരുന്നു, ഇതും അൻപേ. അപ്പോൾ നീ കോരിനാൽ അയ്യോ റിലേ പോയി. അപ്പോൾ ഈ നീ കോരനാളെന്നുള്ളതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞ് ഒരു അത്രയ്ക്ക് പ്രണയമാണ്. അപ്പോൾ പ്രണയിക്കുന്ന ആ ചെക്കൻ ഈ പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. പക്ഷേ ഗിഫ്റ്റ് ഒളിച്ചു വെച്ചേക്കാണ്. ഓരോ സംഭവങ്ങൾ പറഞ്ഞു ക്ലൂസാണ് ഓരോന്നും. ഓരോ രണ്ട് ലൈനും ക്ലൂ ആണ്. അങ്ങനെ അവസാനം അവൾ കണ്ടുപിടിച്ച് വരുമ്പോൾ ഒരു കാറാണ്. അങ്ങനെ അത് ഭയങ്കര ലവിൻ്റെ ഹൈറ്റ് ശരത്ത്. അപ്പം എനിക്കത് വല്ലാണ്ട് അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. കാര്യം മനസ്സിലൊരു പ്രണയമുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അത് ഞാനൊരു ഫ്ലൈറ്റ് യാത്രയിൽ അവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ രൂപപ്പെട്ടു. ഈ ഒരു ടേക്ക് ഓഫ് പിന്നെ താഴെ കൊണ്ടുപോകുന്നുണ്ട്. കാര്യം ഫ്ലൈറ്റ് മേളിൽ തന്നെ നിൽക്കാനാകത്തില്ല, ഇന്ധനം തീരും. അതുകൊണ്ട് ഞാൻ താഴെ ഇറക്കണം. അപ്പം എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ഫ്ലൈറ്റാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റും. ആ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫാണ് ഞാൻ വെച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് പിന്നെ ശ്വേതയും കാർത്തിക്കും കൂടെ അതിമനോഹരമായിട്ട് പാടി. ഞാൻ ചെയ്ത ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല പാട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അതുമൊന്നും ഈ പറയുന്ന ലെവലിൽ. ഇപ്പം തമിഴ്നാട്ടിൽ ഞാൻ ആ ഫിലിം കാണാൻ പോയപ്പോൾ, കാരണം ആ പടത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ആ പടം കൊണ്ട് കളഞ്ഞത്. ആ ക്ലൈമാക്സ് വളരെ നെഗറ്റീവായിട്ടൊരു ഡയറക്ടർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കറക്റ്റാണ്. പക്ഷേ ജനങ്ങൾക്ക് അതല്ല വേണ്ട. അവർക്ക് ആ പ്രേമിച്ച രണ്ടുപേരും ചേരണം, കെട്ടിപ്പിടിക്കണം, വീട്ടിൽ പോകണം എന്നുള്ളതാണ്. ഒരു പിസയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അത് നടന്നില്ല. അത് നടക്കാതായപ്പോൾ നമുക്കൊക്കെ ആ സമയത്ത് നല്ലതായിട്ട് തോന്നിയിട്ട് ഈ ജനങ്ങളുടെ റിയാക്ഷൻ കണ്ടപ്പോൾ അയ്യോ ഇത് വേണ്ടായിരുന്നു. അത് ക്ലൈമാക്സ് വേറെ ഷൂട്ട് ചെയ്തിരുന്നു. അത് ഭാഗ്യക്കേടിന് അത് ഇട്ടതുമില്ല. അപ്പോൾ ഈ പാട്ട് ആരംഭിക്കുമ്പോൾ പോയിക്കല് ഈ തമിഴ്നാട്ടിലുള്ളവർ അത്ര നല്ല ആളുകളാണ്. അവർ കിടന്ന് ഒച്ചയും ബഹളമായിരുന്നു. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു.
പടം അത്രയ്ക്ക് ഓടാതിരുന്നതിന് ക്ലൈമാക്സ് ആണ് അതിൻ്റെ പ്രധാനം. പക്ഷെ ഇപ്പോൾ ശ്വേത അതൊരു സ്റ്റേജിൽ പാടുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ തരിച്ചു വരില്ലേ, ഭയങ്കര ആവേശമുള്ളൊരു സാധനമാണ്. അല്ല, ഞാൻ രജനീഷ, ഞാനിപ്പോൾ ചിത്ര ചേച്ചിയുടെ കൂടെ US ടൂർ പോയായിരുന്നു. US ടൂർ, കാനഡ ടൂർ. അപ്പോൾ അതിൽ മിക്കവാറും ഉള്ള സ്റ്റേജ് മുഴുവൻ നിഷാദും നമ്മുടെ അനാമികയും കൂടെ ഇത് പാടി വളരെ മനോഹരമായിട്ട് ഒരു സ്റ്റേജിൽ ഇത് പാടുമ്പോൾ ഓഡിയൻസ് ഓരോ തവണ ഇവർ മേളിൽ നീ കോരിന അവർ അയ്യാന്ന് പറഞ്ഞ് നിലവിളിയായിരുന്നു. അപ്പോൾ അത് ഒരു അനുഭവമായിരുന്നു. അത് ഭയങ്കര ഒരു സുഖമല്ലേ അത്, ആ കയ്യടി കിട്ടും. പിന്നെ ആ കയ്യടിക്ക് വേണ്ടിയല്ലേ രജനീഷ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ആ പോയിന്റിലാണ് നമുക്ക് അതിന്റെ എല്ലാ തരത്തിലുള്ള റിസൾട്ടും കിട്ടുന്നത്. തീർച്ചയായിട്ടും അതൊരു സുഖമുള്ള പരിപാടിയാണ്.